കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഉപവാസ പ്രാർത്ഥനകളും ആത്മീയ യോഗങ്ങളും സുവിശേഷ യോഗങ്ങളും ഒക്കെ ഈ ആഴ്ചകളിൽ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തു. ആവോളം അതിലൊക്കെ പങ്കെടുക്കുവാനും ആ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ബലപ്പെടുത്തിയ പ്രാപ്തി നൽകിയ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഈ പകൽ ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയ ഈ നല്ല സമയം വളരെ നന്നായി വിനിയോഗിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും പിന്നെയും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. വളരെ പരിമിതമായ നിമിഷത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് തുടർന്ന് ശുശ്രൂഷകളിലേക്ക് തുടർന്ന് പ്രവേശിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം. 84-ാം സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും നന്നായിട്ടറിയാം. ആ ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത പങ്കുവെച്ച് ദൈവസന്നിധിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 84-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം ചിന്തയ്ക്ക് നാം ആധാരമായി ദൈവസന്നിധിയിൽ വായിക്കാം. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ, നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അതിന്റെ 2-ാമത്തെ വാചകം ചില വാക്കുകൾ മാത്രം ഓർപ്പിച്ച് ദൈവസന്നിധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അഭിഷക്തൻ എന്ന് പറയുന്നത് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവനാണ്. അഥവാ ദൈവത്തിന്റെ ദാസന്മാരാൽ ദൈവം നിയോഗിച്ച അഭിഷേകം നൽകിയിട്ടുള്ള ആളാണ് അഭിഷക്തൻ എന്നുള്ളത് നമുക്കറിയാം. പഴയ നിയമഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 3 തരത്തിലുള്ള അഭിഷേകമാണ്, 3 തരത്തിലുള്ള അഭിഷക്തന്മാരാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവാചകന്റെ അഭിഷേകമുണ്ട്, പുരോഹിതന്റെ അഭിഷേകമുണ്ട്, അതോടൊപ്പം തന്നെ ഹല്ലേലൂയ രാജാക്കന്മാരുടെ അഭിഷേകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ച വചനത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നു, യഹോവേ നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷി. എന്നാൽ പുതിയ നിയമത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് പഴയ നിയമത്തെ അഭിഷേകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിലെ അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉള്ളതായ ഒരു അഭിഷേകമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നത് പോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ശക്തി ലഭിച്ച്, തുടർന്ന് പറയുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാകും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പുതിയ നിയമഭാഗങ്ങൾ പല വേദഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ച് അതിനെ നമ്മുടെ മേൽ പകർന്ന് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവമക്കളും ആ വചനത്തിന്റെ വെളിച്ചത്തിൽ യഹോവയുടെ അഭിഷക്തരാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഭിഷക്തന്റെ മുഖത്തെ ദൈവം കടാക്ഷിക്കും എന്നുള്ള വചനം സത്യമാണ് എങ്കിൽ തന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ, എന്തുകൊണ്ടാണ് യഹോവ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരായ ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചതായ പ്രിയപ്പെട്ടവർ, അതിനെ നിലനിർത്തി ഇന്നും അതിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഷക്തരാ. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ ഒരു അഭിഷക്തന്റെ മുഖത്തെ ദൈവം കടാക്ഷിക്കാനുള്ള കാരണമെന്ത്? 2 ചിന്തകൾ പറഞ്ഞ് വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് ഞാൻ ഹല്ലേലൂയ അവസാനം കുറിക്കാം. 2 ചിന്തകളാണ് ഒരു അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കാനുള്ള കാരണം. 1-ാമത്തെ ചിന്ത, ഒരു അഭിഷക്തൻ എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് വേർതിരിയപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ് ഒരു അഭിഷക്തൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 4 നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വേർതിരിവുള്ളതായ ഒരു വ്യക്തിയാണ്, ഒരു വേർപാട് പാലിക്കുന്ന വ്യക്തിയാണ് അഭിഷക്തൻ എന്നുള്ളതായ കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന്റെ പല വാക്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെ, റോമാലേഖനം 12-ാം അധ്യായം ആരംഭ ഭാഗം നമുക്കറിയാം. അവിടെ
ഇവിടെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. രണ്ടാം വാക്യം ശ്രദ്ധിക്കണം, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവത്തിന് സ്തോത്രം. ഒരഭിഷക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം പറയുന്ന വാക്കിതാണ്, ഒരഭിഷക്തനെ ദൈവം വേർതിരിച്ചതാണ് ഈ ലോകത്തിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ അഭിഷേകം പ്രാപിച്ച ഒരഭിഷക്തൻ ഈ ലോകത്തോട് അനുരൂപപ്പെടുന്ന വ്യക്തിയാകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തോട്, ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയോട്, ഈ ലോകത്തിൻ്റെതായ നിലകളോട്, അതിന്റെ നിലപാടുകളോട് യോജിച്ചു പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിൽ ആത്മീകത്തിന്റെ നിലവാരത്തെ ആ നിലയിൽ താഴ്ന്നു പോകാൻ അനുവദിക്കുന്നവനാകരുത് ഒരു യഹോവയുടെ അഭിഷക്തൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഗൗരവമായി ശ്രദ്ധിക്കണം. വചനം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്, ഈ ലോകത്തിലാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. എത്ര കാലം ഇവിടെ ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയത്തില്ല. പലരും പറയുന്നത് പോലെ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ ലോകത്തിന്റെ സ്വാധീനമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പലരും പറയുമ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്ന ഒരു മറുപടി, വള്ളം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളത്തിലോടാനോ കരയിലോടാനല്ല. നമുക്കറിയാം, വള്ളം വെള്ളത്തിലൂടെ എത്ര നാളോടിയാലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ ആ വള്ളം മുങ്ങും. ദൈവത്തിന് സ്തോത്രം. നീ ഞാനും ഈ ലോകത്തിലാണെങ്കിലും ഒരു കാര്യം മറന്നു പോകരുത്, എത്ര കാലം ഈ ലോകത്തിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ലോകം നിന്റെ അകത്തു കയറിയാൽ അവിടെയാ പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ ലോകക്കാരായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു ഭാഗം പറഞ്ഞത് നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:18. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ, അടുത്തത്, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ, അടുത്തത്, എന്നാൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ലോകക്കാരാകാതിരിക്കേണ്ടതിന്. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, ആദ്യം നമ്മൾ കേട്ടു ലോകത്തോട് എന്ത് ചെയ്യരുത്, അനുരൂപപ്പെടരുത്. രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ ലോകക്കാരാകാതിരിക്കേണ്ടതിന്. നിങ്ങളെ ഈ ലോകത്തിൽ നിന്നാണ് എടുത്തത്, പക്ഷേ ഞാൻ നിങ്ങളെ എടുത്ത ഒരു പ്രത്യേക ഗ്രഹത്തിലല്ല കൊണ്ടാക്കിയിരിക്കുന്നത്, ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷത്തിനകത്തല്ല ആക്കിയിരിക്കുന്നത്, ഈ ലോകത്തിലാണ് ആക്കിയിരിക്കുന്നത്. എങ്കിൽ തന്നെയും ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ ലോകക്കാരാകാതിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ആ വചനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? ആ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ കുറിവാക്യം മറക്കരുത്. യഹോവ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കും. എന്നാൽ അഭിഷക്തൻ ആരായിരിക്കണം? അഭിഷക്തൻ എങ്ങനെയുള്ളവനായിരിക്കണം? അഭിഷക്തൻ ഒന്നാമത് ദൈവത്താൽ വേർതിരിയപ്പെട്ടവനാ. അവന്റെ പ്രത്യേകത എന്താ? അവൻ ലോകത്തോട് അനുരൂപപ്പെടുന്നവനാകരുത്. രണ്ട്, അവൻ ലോകക്കാരാകാതിരിക്കേണ്ടതിന് അവൻ ശ്രദ്ധിക്കുന്നവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ലോക മനുഷ്യനെ പോലെ ജീവിക്കാനോ പ്രവർത്തിക്കാനോ പെരുമാറുവാനോ സംസാരിക്കുവാനോ ലോകത്തിൻ്റെതായ ഇടപാടുകളിലൊക്കെ അകപ്പെട്ട് അല്ലെ മലിനപ്പെട്ടു പോകാൻ ഇടവരാതിരിക്കേണ്ടതിന്, ലോകക്കാരാകാതിരിക്കേണ്ടതിന്, അവരോട് യോജിച്ചു പോകാതിരിപ്പാൻ യാതൊരു തരത്തിലും, ഹല്ലേലൂയ, അകമേ മാത്രമല്ല പുറമേയും കണ്ടാൽ ആ ഒരു വ്യത്യാസം ഉണ്ടാകണം. പഴയ നിയമത്തിൽ ശപിക്കാനായിട്ട് ബാലാക്ക് വിളിച്ച് അല്ല കൊണ്ടുവന്ന ബിലയാ അവരെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. അവരെ കണ്ടാലറിയാം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ലേവിനെ കണ്ടാലറിയണം. ദൈവത്തിന് സ്തോത്രം. അവന്റെ ശബ്ദം കേട്ടാലറിയണം. അവൻ എല്ലാ തരത്തിലും അവന്റെ ഐഡന്റിറ്റി അവൻ സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ തനിമ അവൻ സൂക്ഷിക്കുന്നവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ചിന്ത, ഒന്ന്, ലോകത്തോട് അനുരൂപപ്പെടരുത്. രണ്ട്, ലോകക്കാരാകാതിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ചിന്ത യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിലുണ്ട്, എടുത്തു വായിക്കണ്ട. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ ലോകത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഓർത്തുകൊള്ളണം, ലോകത്തെ നീ സ്നേഹിക്കരുത്, ലോകത്തോട് അനുരൂപപ്പെടരുത്, ലോകക്കാരാകാതിരിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, നീ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ആ ലോകസ്നേഹം ഉള്ളത്തിൽ കയറിയാൽ വചനം പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്.
ഹല്ലേലൂയ. ലോകത്തെ സ്നേഹിച്ചാൽ, ഒരു ലോകസ്നേഹിയായി മാറിയാൽ, ഒരു ലോകത്തിന്റെ മോഹിയായി തീർന്നാൽ, ആ ഒരു അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും മുന്നോട്ട് പോയാൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. ലോകസ്നേഹം നമ്മുടെ ഉള്ളത്തിൽ കയറിയാൽ അത് വല്ലാതെ നമ്മളെ ഹല്ലേലൂയ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഒരു ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം ദാനം ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ലോകത്തിന്റെ പിന്നാലെ ഓടി, ലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്ത് നമ്മുടെ ആയുസ്സ്, വിലപ്പെട്ട ജീവൻ, കർത്താവ് തന്നതായ പ്രാണൻ അത് നഷ്ടമാക്കി കളയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. രണ്ടാമത്തെ ചിന്ത, ഒന്നാമതൊരു അഭിഷക്തൻ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവനാണ്. രണ്ടാമത്, ദൈവം ഒരു അഭിഷക്തനെ വേർതിരിച്ചതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. വേർതിരിച്ചു. ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ വേർതിരിച്ചു. ഈ ലോകത്തോടൊരു ബന്ധമില്ലാത്ത നിലകളിൽ അല്ല തന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിച്ച് അവനെ വേർതിരിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ ദൈവം വേർതിരിച്ചതിന് ചില പദ്ധതിയുണ്ട്. ദൈവം വേർതിരിച്ചതിന് ചില ഉദ്ദേശമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ അത് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ഓർപ്പിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. അല്ല, മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്, അവരെ വേർതിരിച്ചതിനുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും. അപ്പോൾ ദൈവം അവരെ തെരഞ്ഞെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു അഭിഷക്തനെ ദൈവം വിളിപ്പിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു അഭിഷക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം തെരഞ്ഞെടുത്തതിന് ഒരു ഉദ്ദേശം എന്തെന്നറിയാമോ? അല്ല, ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിതകാലം ആ നിലകളിൽ മുഴുവനും അല്ല കടിച്ചു തീർക്കുവാനല്ല. അതിനകത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, സകലവിധ വ്യാധിയും സകലവിധ ദീനവും പ്പിക്കുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. ചില അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം കൈമാറിക്കൊണ്ടാണ് ഒരു അഭിഷക്തനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മേൽ പകർന്ന അഭിഷേകവും അതിൻ്റെതായ നിറവും അതിന്റെ വിലയും പലപ്പോഴും പ്രാപിച്ചവൻ അറിയാതിരിക്കുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ അത് തിരിച്ചറിയുവാൻ മനസ്സ് വെക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില അധികാരം നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഞാനും നീയും പ്രാർത്ഥിച്ചാൽ അല്ല, നമ്മുടെ മേലുള്ള ആത്മാവിന്റെ അഭിഷേകം അതിന്റെ നിറവില്, അതിൻ്റെതായ അനുഭവത്തില്, അല്ല ചില അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചാൽ, ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അത് രോഗമേതുവായിക്കൊള്ളട്ടെ, അതെത്ര പഴക്കമുള്ളതായിക്കൊള്ളട്ടെ, അതിന്മേൽ വിടുതൽ തരാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. അതിനകത്ത് അതിനുവേണ്ടിയുള്ള അധികാരം അടങ്ങിയിരിക്കുന്നതായി അഭിഷേകം. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിനകത്ത് ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ഉദ്ദേശം, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 3-ന്റെ 15-16 വാക്യങ്ങൾ. 14 ചേർത്ത് വായിച്ചേ. 14-ഉം 15-ഉം. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. അപ്പൊ 12 വരെ നിയമിച്ചതിന്റെ മറ്റു 2 ഉദ്ദേശങ്ങൾ അവിടെ പറയുന്നു. തന്നോട് കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു അഭിഷക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അഭിഷക്തൻ ദൈവത്തിൽ നിന്ന് അകന്നവനല്ല. ദൈവത്തിൽ നിന്ന് അകന്നവനായിരിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തോട് എപ്പോഴും സംസാരിച്ച്, ദൈവശബ്ദം എപ്പോഴും കേട്ട്, ദൈവത്തിന്റെ മുഖം ദർശിച്ച് ആ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ഉറ്റിരിക്കുന്നവനായിരിക്കണം ഒരു അഭിഷേകം പ്രാപിച്ച ഒരു അഭിഷക്തൻ, ഒരു ദൈവവൈതൽ. ദൈവത്തിന്റെ വചനം പറയുന്നു തന്നോട് കൂടെ ഇരിക്കുവാൻ, അല്ലെ പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം അയക്കുന്ന ഇടത്ത് പോകണം. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചത് പറയണം, ഏൽപ്പിച്ചത് പ്രസ്താവിക്കണം. കർത്താവിന് പകരം അയക്കപ്പെടാൻ വേണ്ടിയാണ് ഒരഭിഷക്തനെ ദൈവം തെരഞ്ഞെടുത്തത്. വാക്കുകൾക്ക് ഞാൻ വേഗത്തിൽ വിരാമം കുറിക്കട്ടെ. ഇങ്ങനെയുള്ള ഈ പ്രത്യേകതകളോടുകൂടിയാണ് ഒരഭിഷക്തനെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ആ ഒരഭിഷക്തന്റെ മുഖത്തെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിന്തിക്കണം, ആ നിലയിൽ ഒരു അഭിഷേകം പ്രാപിച്ചവനാ ഞാനെങ്കിൽ
ആണെങ്കിൽ, അങ്ങനെയുള്ള ഒരു അഭിഷക്തനാ ഞാനെങ്കിൽ നിശ്ചയമായും എന്റെ മുഖത്തെ ദൈവം കടാക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഈ ലോകത്തിൽ ആര് കടാക്ഷിച്ചില്ലെങ്കിലും, ഒരപ്പനോ അമ്മയോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ കടാക്ഷിച്ചില്ലെങ്കിലും ഉയരത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ കടാക്ഷിക്കുമെന്നുള്ളതിന് സംശയമില്ല. ആരും കടാക്ഷിച്ചില്ലെങ്കിലും, ആരും നമ്മുടെ മേലൊരു മുഖപ്രസാദം അല്ലെ തന്നില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അതോർത്തു ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരഭിഷക്തൻ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവനാണ്. രണ്ട്, ഒരഭിഷക്തൻ ദൈവികമായ ഉദ്ദേശം കൊണ്ട് നിലനിൽക്കേണ്ടവനാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അതിൽ നിലനിൽക്കാൻ തക്കവണ്ണം, അതിൽ മുന്നേറാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പ്രിയ കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. മനോഹരമായി പകലിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരഭിഷക്തന്റെ വിലയും നിലയും കുറിച്ച് കേൾക്കുവാനിടയായിത്തീർന്നു. അവനൊരു പ്രാപിച്ചവനാണെന്ന്, വേർതിരിയപ്പെട്ടവനാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അവൻ വേർതിരിയപ്പെട്ടവനാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ വേർതിരിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി, ഞങ്ങളെ വേർതിരിച്ചത് എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കി, ഏതിൽ നിന്ന് എന്ന് മനസ്സിലാക്കി, വീണുപോകാതെ കൃപയിൽ നിൽക്കുവാൻ അവിടുന്ന് കൃപ തരണമേ. അതിനായി എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. തുടർന്നുള്ളതായ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണമേ. താവേ, അങ്ങടേതായ മേശയിലെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തിരുവാനിടയാക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ചെയ്തത്, കാൽവറിയിൽ ഹല്ലേലൂയ സഹിച്ചത്, ഇന്ന് പകൽക്കാലം ആ പങ്കപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് സ്തോത്രത്തോടെ ഇന്ന് പകൽക്കാലം ആ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ അത് ജീവിതത്തിൽ വിടുതലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. തുല്യം ചൊല്ലുവാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആമേൻ. ആരാധന 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 അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന
പ്രിയേശുനാഥനേ, എൻ പ്രേമഗീതമാ, എൻ യേശുനാഥനേ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന, 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 ആമേൻ, ആരാധന, 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 ആരാധന. തുല്യം ചൊൽവാൻ, തുല്യം ചൊൽവാൻ,